നാട്ടിലുള്ളവരുമായി മുഖാമുഖം സംസാരിക്കാനുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളാണ് ഇക്കാലത്ത്. അതിനാൽ പുതുതലമുറ പ്രവാസികൾക്ക് കോളിംഗ് കാർഡും തപാൽ സ്റ്റാമ്പുമൊക്കെ ഇന്ന് വെറും കൗതുകങ്ങൾ മാത്രമാണ്. എന്നാൽ പഴയകാല പ്രവാസികൾക്ക് എപ്പോഴും ഗൃഹാതുരത ഉണർത്തുന്ന ഈടുവെപ്പുകളാണ് ഇവയൊക്കെ. ഈ കാർഡുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. പരിഭവങ്ങൾ, പരിദേവനങ്ങൾ, വിരഹനൊമ്പരങ്ങൾ, അക്കരെ ഇക്കരെ നിൽക്കുന്ന രണ്ട് ആത്മാക്കളുടെ ഹൃദയവിചാരങ്ങൾ. ആദ്യകാല പ്രവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഈ ആശയവിനിമയോപാധികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പുതുമുറക്കാരനെ പരിചയപ്പെടാം. ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന വില്യാപ്പള്ളി സ്വദേശിയായ AP ഫൈസലിന്റെ കയ്യിലാണ് കോളിംഗ് കാർഡുകളുടെ അപൂർവ ശേഖരമുള്ളത്. പഴയ ഇങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക കമ്പമായിരുന്നു. പ്രവാസ ജീവിതത്തിൻ്റെ 23 വർഷക്കാലങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസവുമായി ബന്ധപ്പെട്ട ടെലിഫോൺ കാർഡുകൾ, കത്തുകൾ, എയർ ടിക്കറ്റുകൾ, ടെലിഫോൺ, അതേപോലെ തന്നെ നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഫൈസലിന് ഈ പഴമയുടെ സൂക്ഷിപ്പുകൾ കേവലം ഒരു ഹോബിയല്ല, ചരിത്രത്തിൽ നിന്ന് ഓർമ്മകളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഈടുവെപ്പുകൾ കൂടിയാണ്. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.